ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേറിന് എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങുറച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പേറുന്നു, ആട് പേറുന്നു 2, 3, 4. നായ 3 മാസം പേരുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല. രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിനിട്ടില്ല. ജഫറൂലിയര് പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന്. പുറത്ത് വിട് ഈ വിഷയമൊക്കെ, പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട്. ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. വേറില്ല, ഒരു ഡോക്ടറും അറിഞ്ഞിട്ടില്ല. ഒരു പരിശോധന, സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിനൂപിക്കാത്ത് ചെയ്യാൻ പോവാ. അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ഭ്രോണം കേടുവരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ്ങിൽ പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്. വെള്ളം നിറഞ്ഞ. അതാണ് എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് ഈ മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. ഇത് മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. ഇതൊന്ന് ചിന്തിക്കുന്നത് നന്ന് മുസ്ലിമീങ്ങളെ. അള്ളാഹു എന്നൊരു സൃഷ്ടാവ് ഇതിന്റെ പിന്നിലുണ്ട്. ഒന്ന് ഓർക്കണത് നന്ന്. ഈ കാലം ഏതാ? നുഈബു സമാനനാ വൽഈബു ഫീനാ ഫമാലി സമാനിനാ ഐബുൻ സിവാനാ. ഈ കാലം ഏതാ? അന്നെ പോലത്തൊരുള്ള കാലം. ഇതാണ് ഈ കാലാണ്. മുമ്പത്തെ കാലം പോലെ ഇന്നത്തെ മുമ്പത്തെ കാലം ഇപ്പത്തെ കാലമായിട്ട് മുമ്പത്തെ പ്രസവം തന്നെ ഇപ്പത്തെ പ്രസവം. ഞാൻ വിശദീകരിച്ച ഈ പൊതു സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പൊ പറയാൻ വയ്യ. ഒരു വ്യത്യാസമില്ല. ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ? ജാഫർ സഖാഫിന്റെ ഭാര്യ എത്ര പറ്റണം? 5 വീട്ടിൽ തന്നെ. 2 കുട്ടികളിലൊക്കെ പ്രസവം വീട്ടിൽ. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. എന്റെ മകളെ ഭർത്താവ് 2 വെറ്റ് പെരീന. ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഏത് ഗർഭമുണ്ട്, ഗർഭം തരും. അന്നോടാരതിന് നിൽക്കാൻ പറഞ്ഞു. ഈ മുസീബത്താണെങ്കിൽ നസീറിന്റെ 6 ഭാര്യ കുട്ടി. എന്റെ അനുജന്റെ, എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ 90% ഇങ്ങനെ. കുടുംബത്തിൽ മൊത്തം അങ്ങനെ. ഒരു പ്രശ്നവുമില്ല. നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വീടുകളിൽ പൂച്ച പ്രസവിക്കുന്നില്ലേ, പട്ടി പ്രസവിക്കുന്നില്ലേ, ആന പ്രസവിക്കുന്നില്ലേ, മനുഷ്യപുത്രിക്ക് മാത്രം പ്രസവിക്കാൻ എന്തിന് ആശുപത്രി എന്ന് പറഞ്ഞ് വീട്ടിൽ പ്രസവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇസ്ലാം മത പണ്ഡിതർക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി ഉണ്ടാകുന്നില്ല? മലപ്പുറത്ത് അടുത്തിടെയും വീട്ടിൽ പ്രസവിച്ച സ്ത്രീ മരിച്ചിട്ടും അതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ ഉസ്താദുമാർ പൊതുസമ്മേളനങ്ങളിൽ കത്തിക്കയറുകയാണ്. ഇതിനു പുറമെയാണ് ആശുപത്രികളിൽ പോകാതെ വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളെ ധീരവനിതകളാക്കി ചില സംഘടനകളുടെ പ്രചാരണം. അക്യുഷ് എന്ന സംഘടന ഇവരിലൊന്നാണ്. വീട്ടിലെ പ്രസവത്തെയും മരണത്തെയും കുറിച്ചുള്ള കണക്ക് ആരോഗ്യവകുപ്പ് നൽകുമ്പോൾ കൂടുതലും മലപ്പുറത്ത്. മതപണ്ഡിതരുടെ ആഹ്വാനം ഇതിന് കാരണമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ ആരിഫ് ഹുസൈൻ, AP സംസ്ഥയുടെ പ്രതിനിധിയായ ശ്രീ KB ബഷീർ, അക്യുഷ് എന്ന സംഘടനയുടെ പ്രതിനിധി ശ്രീ അൽത്താഫ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ആരിഫ് ഹുസൈൻ, ഇവിടെ വീട്ടിലെ പ്രസവവും അതുപോലെ തന്നെ മരണവും അത് കൂടുന്ന ഈ സമയത്ത് വീട്ടിലെ പ്രസവത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കൂടുതലും മലപ്പുറം ജില്ലയിലാണ്. ഈ കണക്ക് പുറത്തു വരുമ്പോൾ അതിനെ മതവുമായി ബന്ധപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം മത പണ്ഡിതരുടെ ഇത്തരത്തിലുള്ള വികലമായ ആഹ്വാനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് അങ്ങനെ വേണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മളിവിടെ ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കേൾപ്പിച്ച പ്രസംഗം, അത് പ്രസംഗിച്ചത് ഏതോ ഓട്ടോ തൊഴിലാളിയാണെന്നാണ് ഞാൻ ധരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് തലക്കെട്ടൊക്കെ കണ്ടപ്പോൾ അതൊരു മതപ്രഭാഷകനാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മതപ്രഭാഷകരുടെ വേഷം കെട്ടി മതപ്രഭാഷണങ്ങളിലൂടെ ഇത്തരത്തിൽ സ്ത്രീകളടക്കമുള്ള ആ സമൂഹത്തെ
യഥാർത്ഥത്തിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിക്കേണ്ട ഇടങ്ങളിൽ കടന്നു എന്നുകൊണ്ട് പറയുന്ന ആ വിടുവായുത്തരങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇത് മതത്തിന്റെ ലേബലിൽ തന്നെ പറയുന്നു, മതവേദിയിൽ പറയുന്നു, മത പണ്ഡിതർ പറയുന്നു. ഇതിനെല്ലാം അപ്പുറം ഈ പറയുന്ന സംഗതികൾക്ക് ഇസ്ലാമിലെ ഹിജാബ് നിയമം, മറ എന്ന് പറയുന്ന നിയമം, അതിന്റെ വശം അതും കൂടി ചേർത്ത് വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ മതം കടന്നു വരും. അപ്പോൾ ആ ഇസ്ലാമിലെ ഒരു അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ അന്ധവിശ്വാസമാണ് ഈ പറയുന്ന സംഗതി എന്ന് നമുക്ക് സമ്മതിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളൊരു വിഷയം പോലും ഇവിടെ വരുന്നുള്ളൂ. കാരണം ഇത് സമ്മതിക്കാതെ എങ്ങനെയാണ് ഇത് അഡ്രസ്സ് ചെയ്യാൻ കഴിയുക? ഇത് ഈ വിഷയം ഇവിടെ ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ ഏതെങ്കിലും വിധേന ഇസ്ലാമോഫോബിയ, ചാപ്പ, നമുക്കിവിടെ ഇന്ന് കാണാൻ പറ്റും, ചാപ്പയടിക്കുന്നു, അതല്ലെങ്കിൽ ഇത് മറ്റ് അജണ്ടകളാണെന്ന് പറയുന്നു. ഈ തരത്തിൽ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കുക? നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് ഈ മതത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെ സംസാരിക്കണം എന്നാണ് പറയുന്നത്. സംസാരിക്കുന്ന വ്യക്തികളെ ഒതുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും. അകത്തുനിന്നൊക്കെ ഇതുപോലെ വിമർശിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്തൊരു മഹത് വ്യക്തിയായിരുന്നു ചേകന്നൂർ മൗലവി. ഇന്ന് അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെയുള്ള രീതിയിൽ തുടങ്ങി ഇന്നിപ്പോൾ പുറത്തു നിന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമായിട്ട് മാറ്റുന്നു. എങ്ങനെ നോക്കിയാലും മതത്തെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുന്ന ഒരു പൊതിഞ്ഞു കെട്ടി കൊണ്ടു നടക്കുന്നു. ഇപ്പോൾ ഈ പ്രസംഗിച്ച ഉസ്താദ് എന്ന് പറയുന്നത് പകര മുഹമ്മദ് അക്സനി. ഇദ്ദേഹത്തെ പക്ഷേ ഇപ്പോൾ ആരും ഏറ്റെടുക്കുന്നില്ല കേട്ടോ, അങ്ങനെ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ AP സമസ്തയുടെ പ്രതിനിധികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇദ്ദേഹം ഞങ്ങളുടെ ഔദ്യോഗികമായ ഒരു ഭാരവാഹിത്വവും വഹിക്കുന്നയാൾ അല്ല എന്നാണ്. പക്ഷേ ഞങ്ങളുടെ വിഭാഗത്തിലുള്ളയാളായിരിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഏറ്റെടുക്കാതിരിക്കുന്നത് അതൊരു നല്ല കാര്യമാണല്ലോ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്, അത് നല്ല കാര്യം. അങ്ങനെ തള്ളുകയാണ് വേണ്ടത്. അങ്ങനെ തള്ളേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അതിൽ പക്ഷേ തള്ളി വരുമ്പോൾ ആരൊക്കെ പെടും, ചിലപ്പോൾ ഈ പറയുന്ന ആളുകളും ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലിസ്റ്റ് കൊടുക്കാനുണ്ട്. ഇപ്പോൾ സിംസാറുൽ ഹക്ക് ഹുദവി കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ്. ഓണം ഡിപ്ലോമാറ്റിക്കായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞും, അല്ലെങ്കിൽ മുസ്ലിം കിഡ്നി തരയണമെന്നൊക്കെ പറഞ്ഞും അതുപോലെ പറഞ്ഞു നടന്നിരുന്ന ഒരാൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ മുസ്ലിം ആയിട്ടുള്ള സ്ത്രീ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം എന്ന് പറയുന്ന ഒരു പ്രസംഗം അദ്ദേഹത്തിന് ഇവിടെ കഴിഞ്ഞാണ്. അദ്ദേഹം സമസ്തയുടെ സ്വന്തം ആളാണ്. അതേപോലെ വേറെയും ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മളൊരു ലിസ്റ്റ് അങ്ങോട്ട് തരാം, നിങ്ങൾ തള്ളി തരുകയാണ് വേണ്ടത്. കാരണം ഈ തള്ളുന്ന കൂട്ടത്തിൽ നിങ്ങൾ പറയണം, ഇവരെല്ലാം പറയുന്നത് മതമാണ്, ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന മതത്തിലെ നിയമങ്ങളാണ്, ഇസ്ലാമിലെ ഹിജാബ് നിയമവുമായി കണക്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം പറയുന്നത്. സ്ത്രീ പുരുഷ വേർതിരിവ്, സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഭാഗമാണ്. നമ്മൾ ഏറ്റവും ഒടുവിലും കണ്ടു അഫ്ഗാനിസ്ഥാനിൽ എന്താ കണ്ടത്, സ്ത്രീകളുള്ള ഭാഗത്ത് ജനൽ പോലും പാടില്ല എന്ന് പറയുന്നത്. എവിടുന്നാ അത് വരുന്നത്? ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന് സ്റ്റേജിൽ നിന്ന് കുട്ടികളെ ഇറക്കി വിട്ടു. ഇതേ സംസ്ഥ തന്നെയല്ലേ ഈ പറയുന്ന സ്റ്റേജിൽ നിന്നും പെൺകുട്ടിയെ ഇറക്കി വിട്ട ആ നിയമത്തിന്റെ മറ്റൊരു വശമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. ഏത് സ്ത്രീ പുരുഷ സംസർഗം അത് വരാൻ പാടില്ല. ഇവിടെ ഒരു നമ്മളുടെ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ നമ്മൾ കണ്ടു ഇതേ സെഗ്രിഗേഷൻ. അപ്പോൾ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന സംഗതി ഈ ഹിജാബ് നിയമത്തിന്റെ മറ്റൊരു ഭാഗമായിരിക്കെ അത് ഓരോ മേഖലയിലും അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതികൾ വരും. ഇവിടെ ഈ പ്രസവത്തിന്റെ മേഖലയിൽ ചികിത്സ നേടുന്ന സമയത്ത് അവിടെ വെക്കുന്ന ഹിജാബിന്റെ ആ മാനദണ്ഡം എന്ന് പറയുന്നതാണ് സ്ത്രീ പുരുഷ ആ വിവേചനം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പറയുന്ന തരത്തിലുള്ള വേർതിരിവുകളും. അപ്പോൾ താങ്കൾ പറയുന്നത് മതപണ്ഡിതരുടെ ആഹ്വാനം ഇതിന് കാരണമാകുന്നുണ്ട്. തീർച്ചയായിട്ടും ആകുന്നുണ്ട്. എങ്ങനെയാന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം ചുരുക്കി. അത് ഒരു ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കുന്ന രീതിയിൽ, അതായത് ഇതൊരു പാപമാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കി വെക്കുകയും ഏതൊരു വിശ്വാസിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ ലക്ഷ്യമായിട്ട് മാറുകയാണ് സ്ത്രീയെ കാണാതിരിക്കുക, പുരുഷനെ കാണാതിരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഉണ്ടാക്കി വെക്കുകയും കണ്ടുപോയാൽ അതൊരു വലിയ പാപമാണെന്ന് ഉണ്ടാക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റു ഓപ്ഷൻ എന്തുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു പാപം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു സംഗതി വന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രൈറ്റ് ആണ്. ഈ ഗിൽറ്റ് കോംപ്ലക്സിലൂടെയും ഈ നരകഭയത്തിലൂടെയാണ് ഇത്തരം സംഗതികൾ വിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കുന്നത്. അത് മദ്രസ കാലം മുതൽ തുടങ്ങുന്നതാണ്. അത് മരിക്കുന്ന അന്ന് വരെ മാറില്ല. ഓരോ വിശ്വാസിയുടെ, ഇസ്ലാമത വിശ്വാസിയുടെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിൽ നിന്നും മറികടന്ന് പുറത്ത് കടക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊരു നല്ല വ്യക്തിയായിട്ട് ആധുനിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. പക്ഷേ അതിന് പുറമെ ചില സംഘടനകളുമുണ്ടല്ലോ. ഇപ്പോൾ അൽത്താഫ് ഇവിടെയുണ്ട്, അക്യൂഷ് എന്ന സംഘടനയുടെ പ്രതിനിധിയാണ്. അൽത്താഫ്, നിങ്ങളും ഇത്തരത്തിലുള്ള ആഹ്വാനം നൽകുകയാണല്ലോ. അതുമാത്രമല്ല, വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളെ ധീര വനിതകളാക്കി നിങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്യുകയാണ്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശ്യം? സ്വാഭാവികമായിട്ടും പ്രകൃതിപരമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മഴയിൽ കളിക്കുക, മണ്ണിൽ കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഉള്ള വിഷയങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാത്രം പ്രകൃതിപരമായ ഒരു കാര്യം, അതായത് ഇതൊരു വിഷയം എന്താണെന്നറിയോ, ഇതിൽ 3 പോയിന്റുകളാണുള്ളത്. നമ്പർ 1, പ്രസവം എന്നുള്ളത് പരമ്പരാഗതമായി സ്വാഭാവികമായി മനുഷ്യനിൽ നടന്നു വരികയും ഏകദേശം ഒരു 20 വർഷം കൊണ്ട് ആശുപത്രികളിലേക്ക് ആക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ
ഒരു കാലഘട്ടത്തിലും പൂർണ്ണമായി ആശുപത്രിയിലേക്ക് പ്രസവം മാറിയ ഒരു കാലഘട്ടവും ഇതുവരെ കടന്നുപോയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് വീട്ടിലെ പ്രസവം ഒരു പുതിയ സംഭവമല്ല, അതൊരു തുടർച്ചയായ കാര്യം മാത്രമാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ഉള്ള റിസ്ക് ഫാക്ടറാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് വീട്ടിലായാലും ആശുപത്രിയിലായാലും മരണമാണ് ഇതിലുള്ള റിസ്ക്. ഈ റിസ്ക് ഏറ്റെടുക്കാൻ ഒരു കൂട്ടരും തയ്യാറാവത്തില്ല. അതായത് ഒരു സ്ത്രീ അവരുടെ അവകാശ പ്രകാരം അവരുടെ ശരീരത്തിൻ്റെ അവരുടെ പ്രൈവസി പരിഗണിച്ച് ആശുപത്രിയിൽ പോയാലോ വീട്ടിൽ പോയാലോ അവിടെ രണ്ട് സ്ഥലത്ത് നടക്കുന്ന അപകടങ്ങൾ അവർ തന്നെയാണ് അത് സഹിക്കേണ്ടത്. ഇപ്പോൾ ആശുപത്രി പ്രസവങ്ങളിൽ നടന്ന അപകടങ്ങളുടെ ലിസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിനൊന്നും ഒരു തീരുമാനമോ നഷ്ടപരിഹാരമോ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കാനുള്ള സംവിധാനം ഇല്ല. താങ്കൾ സംസാരിക്കുന്ന ഉസ്താദിന്റെ അതേ വാചകങ്ങൾ തന്നെയാണ്, ആ ഉസ്താദ് പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് താങ്കളും സംസാരിക്കുന്നത്. ആ ഉസ്താദ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് താങ്കളും സംസാരിക്കുന്നത്. അതായത് ഡോക്ടർക്കോ അതായത് ഉത്തരവാദിത്തം ഏറ്റാൽ മതി. ഇപ്പം നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റാൽ മതി. അതായത് ഹോസ്പിറ്റലിൽ പ്രസവത്തിന് പോകുന്ന സ്ത്രീകളുടെ ഉത്തരവാദിത്തം നിങ്ങളേറ്റാൽ മതി. സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് നിങ്ങളോടുള്ള എന്തെങ്കിലും വ്യക്തിപരമായ അറിവല്ല കേട്ടോ, ഞാൻ പറയുകയാണ്. അതായത് ആരെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കണം. അതായത് നമ്മുടെ സർക്കാരോ നമ്മുടെ ആരോഗ്യ വകുപ്പോ ആരെങ്കിലും ഏൽക്കണം. ആ സ്ത്രീകൾ ഹോസ്പിറ്റൽ അനുഭവിക്കുന്ന ഞാൻ 3 പോയിന്റാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് മാത്രമാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ അനുഭവിക്കുന്ന ധാരാളം പ്രയാസങ്ങളുണ്ട്, അവരനുഭവിക്കുന്ന തെറിവിളികളുണ്ട്, അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ സ്ത്രീകൾ അവിടെ അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊന്നും പലപ്പോഴും അഡ്രസ്സ് ചെയ്യൂല. കാരണം പ്രസവം എന്നുള്ളത് എല്ലാ മതത്തിലുള്ള എല്ലാ സ്ത്രീകളെ സംബന്ധിച്ച്, ഇവിടെ മതമല്ല മനുഷ്യനാണ് വിഷയം, അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പുതുജീവൻ ഏറ്റെടുക്കുന്ന ഒരു സമയമാണ്. ഈ ചർച്ചയ്ക്ക് തന്നെ ഒരു വൈരുദ്ധ്യം ഉള്ളത്, വീട്ടിലും ആശുപത്രിയിലും പ്രസവിച്ച സ്ത്രീകൾ വേണം ശരിക്കും ഈ ചർച്ചയിൽ വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പ്രസവിക്കാത്ത, പ്രസവം കണ്ട് കേട്ട അനുഭവം മാത്രമുള്ള ആളുകളാണ് ഞാനും നിങ്ങളും ഒക്കെ. ഈ പ്രസവത്തെ സംബന്ധിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് കൃത്യമായ പരിഹാരം ആധുനിക സംവിധാനങ്ങളിൽ ലഭിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അതിലേക്ക് പ്രൊമോട്ട് ചെയ്യാനും വീട്ടിലേക്ക് പ്രൊമോട്ട് ചെയ്യാതിരി നമ്മൾ ഒരു പ്രൊമോഷനും കൊടുക്കാൻ ഞാൻ ആളല്ല. കാരണം വീട്ടിൽ പ്രസവിച്ചാൽ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കൂല, ഒരു മതവും ഏൽക്കൂല, ഒരു സംഘടന ഏൽക്കൂല. ആശുപത്രി മരിച്ചാലും ഒരു മതമോ സംഘടനയോ ഡോക്ടറോ നേഴ്സോ ഉത്തരവാദിത്തം ഏൽക്കൂല. മരണങ്ങൾ കുറയുന്നത് കൊണ്ടുമാണല്ലോ, അത് കണക്കുകൾ സൂചിപ്പിക്കുന്നതാണല്ലോ. ഇത്രയും ബൃഹത്തായ രീതിയിൽ ആശുപത്രികളിൽ പ്രസവങ്ങൾ നടക്കുന്നു. അല്ലല്ല, അതിന്റെ താങ്കൾ മരണക്കണക്ക് വെച്ചുകൊണ്ടാണ് വീട്ടിലെ പ്രസവവുമായിട്ട് അതിനെ താരതമ്യപ്പെടുന്നത്. വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞാൽ 100%-ലേറെ റിസ്ക് ഉള്ള കാര്യമാണ്. ഇവിടെ അൽത്താഫ് പറയുന്നതുകൊണ്ട് താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? റിസ്ക് നമ്മളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ സംഘടന ഇതുമായിട്ട് മുന്നോട്ട് പോവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, മനുഷ്യസ്നേഹിയായിട്ടുള്ള കോമൺ സെൻസ് ഉള്ള ഒരാൾക്കും അദ്ദേഹത്തിനോട് യോജിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തോ അല്ല, മനുഷ്യസ്നേഹിയായിട്ടുള്ള, അദ്ദേഹം കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, മനുഷ്യസ്നേഹിയായിട്ടുള്ള അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള ഒരാളിനും ശ്രീ അൽത്താഫ് പറഞ്ഞിരിക്കുന്ന വാദങ്ങളോട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നതും നേരത്തെ നമ്മളിവിടെ പ്ലേ ചെയ്തിരിക്കുന്ന ഉസ്താദിന്റെ വോയിസും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് എനിക്കറിയില്ല. രണ്ടാൾക്കാരെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് അദ്ദേഹം അല്ല ഇദ്ദേഹം എന്ന് തിരിച്ചറിയുന്ന സമയം വരെയും ഞാൻ കരുതിയിരുന്നത് ആ പ്രഭാഷണം നടത്തിയിരുന്ന ആൾ തന്നെയാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ എന്നാണ്. അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ചെറിയ കാര്യമുണ്ട്. ഇപ്പോൾ ന്യൂസ് 18 കേരളത്തിന്റെ ബിസിനസ് അവാർഡിൽ മന്ത്രി പി രാജീവ് സംസാരിക്കുകയാണ്. അതിലേക്കൊന്ന് പോയതിനു ശേഷം തിരിച്ചെത്താം. എഞ്ചിൻ ഇറക്കുന്നോടത്ത് ഇറക്കണ്ടെങ്കിൽ ബിജു എത്ര സമയത്ത് പ്രസംഗിച്ചത്? ലോകത്തറിയാത്ത ആരെങ്കിലും ഉണ്ടാവോ? അവിടെ എഞ്ചിൻ ഇറക്കിയപ്പോൾ ആരൊക്കെ വന്നു, തർക്കം, കൊടികുത്തി, ഒരു 10 ദിവസം ന്യൂസ് അവർ ചർച്ച ചെയ്തിരിക്കും. 900 എഞ്ചിനാ പോയത് കിയയുടെ. ഇന്നത്തെ ഹിന്ദു വായിച്ചു നോക്കും, ചെറിയ വാർത്തയുള്ളൂ, 2.5 കോളം ഉണ്ടാവും. കഷ്ടി ആന്ധ്രാപ്രദേശാണ്. എന്തുകൊണ്ട് BMW തുടങ്ങിയില്ല കേരളത്തിൽ? അപ്പൊ ചെല്ലു പറഞ്ഞു ഹർത്താലാണ്. എന്നാൽ തിരുവനന്തപുരത്ത് അവർ വന്ന ദിവസം ഹർത്താലായിരുന്നു, അതുകൊണ്ട് തുടങ്ങിയില്ല എന്നായിരുന്നു. അതാണ് പുറത്തു വന്ന വാർത്ത. യാഥാർത്ഥ്യം അവർ തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് തുറമുഖത്തിനോട് ചേർന്ന് 1000 ഏക്കർ സ്ഥലം വേണം, അത് കിട്ടിയില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല ഈ ഹർത്താലായിരുന്നല്ലോ നിങ്ങൾ വന്നപ്പോൾ. ഞങ്ങൾ ഈ ലോകത്ത് എല്ലായിടത്തും പ്രവർത്തിക്കുന്നു. ഒരു ഫാക്ടറിയിൽ, ഞങ്ങളുടെ ഒരു രാജ്യത്തൊരു ഫാക്ടറിയിൽ നിന്ന് 10 വണ്ടി പോയാൽ 7 എണ്ണം തുറമുഖത്ത് എത്തിയാൽ ബെസ്റ്റ് എന്ന് കരുതുന്ന ഒരു സ്ഥലത്തും ഞങ്ങളുടെ ഫാക്ടറി ഉണ്ട്. 3 എണ്ണം വഴിയിൽ പോക്കോളൂ. ആഫ്രിക്കയിലൊരു ഫാക്ടറിയാണ്. നിങ്ങൾ നോക്കിയാൽ മതി. ബിയോണ്ട് ദ റഡാറിലും അതുപോലെ ജോസ് ഡൊമിനിക്കും പറയുന്നുണ്ട്.
ഇനി ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഇപ്പൊ നോക്കുകൂലിയൊക്കെ പറഞ്ഞല്ലോ. ഒരു സ്റ്റേറ്റിൽ വലിയൊരു വിൻഡ് മിൽ പ്രവർത്തനം തുടങ്ങുന്നു. അപ്പോൾ നോക്കുന്ന ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യമൊക്കെ, ഞങ്ങൾക്ക് 2 കോടി രൂപ തരണം തോന്നും. തർക്കമായി. തർക്കം അന്വേഷിക്കാൻ ഒരു സർപഞ്ച് ചെന്നു. പുള്ളിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. ആരെങ്കിലും ഈ വാർത്ത അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈപോയിക്കും. ഇത് നിങ്ങൾ ഗൂഗിളിൽ ഞാൻ പറഞ്ഞ കാര്യം സെർച്ച് ചെയ്തോണ്ട്, ഞാൻ പോയതിനു ശേഷം സെർച്ച് ചെയ്തു. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട്. ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡിൽ മന്ത്രി പി രാജീവ് സംസാരിക്കുകയായിരുന്നു. ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ തുടർന്നോളൂ. ശ്രീ മഞ്ജുഷ്, ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ചർച്ചയിൽ ആദ്യം പ്ലേ ചെയ്തിരിക്കുന്ന ആ ഒരു ഓഡിയോ ഉണ്ടല്ലോ, ആ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആൾ തന്നെയാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് സത്യമായിട്ടും. പക്ഷെ അതിപ്പോഴാണ് അറിയുന്നത് അങ്ങനെയല്ല, മറ്റൊരാളാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ എന്ന് ഞാൻ അറിയുന്നത്. പക്ഷേ ഈ 2 ആൾക്കാരും പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളൊക്കെ തന്നെ ഏകദേശം ഒന്ന് തന്നെയാണ്. അതിനോട് മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന, മനസാക്ഷിയുള്ള, കോമൺ സെൻസ് ഉള്ള ഒരാൾക്കും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള എൻ്റെ പോയിന്റ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നമുക്കറിയാം. അതിപ്പോൾ ആര് സംസാരിച്ചാലും, അത് സന്ദീപ് വാര്യരാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും കെ സുരേന്ദ്രനാണെങ്കിലും ആര് സംസാരിച്ചാലും അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ മാധ്യമം ദിനപത്രം ഏതാണ്ട് 2 വർഷം മുമ്പ് ഗാർഹിക പ്രസവങ്ങളെക്കുറിച്ച് അവരൊരു ഫീച്ചർ ചെയ്തിരുന്നു. വളരെ കാര്യമായ രീതിയിലത്തേക്കുള്ള സ്റ്റഡി നടത്തി അവരുടെ റിപ്പോർട്ടേഴ്സിനെ ഉപയോഗിച്ച്, അതേപോലെ സർക്കാരിൽ നിന്നുള്ള ഡേറ്റ എല്ലാം തന്നെ സമാഹരിച്ചിട്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൽ അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: മതത്തെയും വിശ്വാസങ്ങളെയും മേമ്പൊടി ചാർത്തി അവതരിപ്പിക്കുന്നതും ആധുനിക വൈദ്യശാസ്ത്രത്തോട് കടുത്ത ശത്രുത വെച്ചു പുലർത്തുന്നതും പലരെയും ഇതിലേക്ക് ആകർഷിക്കുന്നു. എന്തിലേക്ക്? ഈ ഗാർഹിക പ്രസവത്തിലേക്ക്. വാക്സിനേഷൻ, അയൺ, ഫോളിക് ആസിഡ് ഗുളികകൾ, സ്കാനിംഗ് തുടങ്ങിയവയ്ക്കെതിരെ കടുത്ത പ്രചരണമാണ് ഈ കൂട്ടർ അഴിച്ചുവിടുന്നത്. സോഷ്യൽ മീഡിയ വഴി പ്രചാരണം നടത്തുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഗാർഹിക പ്രസവം വർദ്ധിക്കുകയാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഇതിൽ ഭൂരിഭാഗം പേരും മനഃപൂർവ്വം ആശുപത്രി പ്രസവം നിരാകരിച്ചവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിയിൽ പ്രസവിക്കേണ്ടതില്ല എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ വീട്ടിൽ നിന്ന് തീരുമാനമെടുക്കുകയാണ്. ഈ വീട്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന തീരുമാനം സ്ത്രീകൾ എടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്ന് കരുതാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള മാർഗവുമില്ല. പിന്നെ സ്പെസിഫിക് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇപ്പോൾ തിരൂർ തലക്കാട് ഭാഗത്ത് 38 വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ 14ാമത്തെ പ്രസവം വീട്ടിൽ നടത്തി എന്നാണ് പറയുന്നത്. ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നെ ഇതിൽ ഞെട്ടിപ്പിച്ചത് വീട്ടിൽ നടത്തിയിരിക്കുന്ന പ്രസവത്തിനെ പറ്റിയല്ല, 38 വയസ്സുള്ള ഒരു സ്ത്രീ 14 തവണ പ്രസവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലത്തേക്ക് മതത്തിൻ്റെതായിട്ടുള്ള ഒരു താല്പര്യം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, ആരോഗ്യപരമായിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് അങ്ങനെയുള്ള ആൾക്കാർ അഭിപ്രായം പറയേണ്ട സ്ഥലത്താണ് മതപരമായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി അഭിപ്രായം പറയുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനായിട്ടും ഇതിനെയൊക്കെ തന്നെ ന്യായീകരിക്കാനായിട്ടും ശ്രമിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ചെയ്യുന്നത് എന്താണ്? ഗാർഹിക പ്രസവം എന്ന് പറയുന്നതിനെ വളരെ ട്രിവിയലൈസ് ചെയ്തിട്ട്, മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലേ, വൈദ്യശാസ്ത്രം ഇതിലേക്ക് വന്നിട്ട് കഴിഞ്ഞ 30 വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ, അതിനു മുമ്പ് എന്തായിരുന്നു പ്രശ്നം എന്നൊക്കെയാണ്. എന്റെ ഉണ്ടാകുന്നില്ലേ? അതുപോലെ ചോദ്യമാണ് ഇപ്പോൾ അൽതാഫ് ചോദിച്ചത് തന്നെ, ആശുപത്രികളിൽ മരണം ഉണ്ടാകുന്നില്ലേ എന്നൊക്കെയാണ്. പക്ഷേ ആശുപത്രികളിൽ പ്രസവം നടന്നാൽ അതിൽ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമെങ്കിലുമുണ്ട്, ഉറച്ച വിശ്വാസമെങ്കിലുമുണ്ട്. മറിച്ച് വീട്ടിലാണെങ്കിലോ? അല്ല, നോക്കൂ, ഇത് ഈ ആശുപത്രികളിൽ മാത്രമല്ല പ്രസവം നടക്കുന്നത്, വീടുകളിൽ പ്രസവം നടക്കാറുണ്ട് എന്നുള്ളത് ശരിയാണ്. വിവിധ രാജ്യങ്ങളിൽ അങ്ങനെ വീടുകളിൽ പ്രസവം നടക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളുമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഫിസിക്കലി ആക്സസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള, അവിടെ പ്രാദേശികമായിട്ടുള്ള സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഈ ഡോക്ടർമാർ നേരിട്ട് ഇടപെടാത്ത രീതിയിൽ, ആശുപത്രി നേരിട്ട് ഇടപെടാത്ത രീതിയിലത്തേക്കുള്ള പ്രസവം നടക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള മിഡ്വൈഫ് യോഗ്യതയുള്ള ആൾക്കാർ, വളരെ കൃത്യമായി ട്രെയിനിങ് ലഭിച്ചിരുന്ന ആൾക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്. തന്നെയുമല്ല, ഗർഭിണിയുടെ ഓരോ സമയത്തുള്ള പരിശോധനകളും വളരെ കൃത്യമായി ചെയ്യുന്നതും എല്ലാം തന്നെ ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി തന്നെയാണ്, സമ്മതത്തോടു കൂടി തന്നെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം, ഈ രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്ന മിഡ്വൈഫുകളെ പോലും ആൾക്കാർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. മിഡ്വൈഫുകൾക്ക് ഇവിടെ അതിന് വേണ്ടത് രീതിയിലത്തേക്കുള്ള പ്രൊഫഷണൽ യോഗ്യതയുണ്ടോ എന്നുള്ളത് സെക്കൻഡറി ഡിബേറ്റാണ്. പക്ഷേ ഇവിടെ ട്രെയിൻഡ് അല്ലാത്ത ആൾക്കാർ, പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണ്. പണ്ട് കാലത്ത് ഇപ്പോൾ 1920-ൽ 1930-ൽ എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. പക്ഷേ അന്നുള്ള ആൾക്കാരുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എത്രയാണ്? ഒരു സ്ത്രീ എത്ര തവണ പ്രസവിച്ചിട്ടുണ്ട്? അതിൽ എത്ര കുട്ടികൾ സർവൈവ് ചെയ്തിട്ടുണ്ട്? പല സ്ത്രീകളും ഈ പ്രസവത്തോടു കൂടി തന്നെ മരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ എത്രയോ പുരോഗമിച്ചു. പണ്ട് കാലത്ത് ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ പറയുന്ന, ഈ ഉസ്താദും മറ്റു ആൾക്കാരും എല്ലാം തന്നെ പറയുന്ന പീരീഡിൽ നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യം എന്ന് പറയുന്നത് പലപ്പോഴും കാളവണ്ടിയായിരുന്നു. ഇന്ന് ഈ ഉസ്താദൊക്കെ യാത്ര ചെയ്യുന്നത് കാളവണ്ടിയിലാണോ?
അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ കാളവണ്ടിയിൽ ആൾക്കാർ യാത്ര ചെയ്തിട്ടില്ലേ എന്നതിന്റെ പേരിൽ ഇന്നും ഇവരിതാണോ ചെയ്യുക? പണ്ട് കാലത്ത് പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് ഇവർ മൈക്ക് വെച്ച് കെട്ടിയിട്ടല്ലേ അനൗൺസ്മെന്റും അവരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പൊ കാലം കുറെ മുന്നിലേക്ക് പോയി. നമ്മുടെ നാട്ടിലുള്ള ഇന്നത്തെ ആൾക്കാരുടെ താല്പര്യം എന്താണ്? സർക്കാരിന്റെ താല്പര്യം എന്താണ്? മാതാവിന്റെയും ശിശുവിന്റെയും ആരോഗ്യം സംരക്ഷിക്കുക, പ്രസവവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവൻ സംരക്ഷിക്കുക, അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ്. ഇത് കേവലം ഒരു സാമൂഹ്യമായിട്ട് നമ്മളുടെ ഒരു റിക്വയർമെന്റ് ആയിട്ട് പറയുന്നതല്ല, മറിച്ച് സർക്കാരിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പോളിസിയാണ്. നമുക്കിപ്പോൾ അറിയാമല്ലോ, ഈ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും മന്ത്രിമാർ പറയുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇവിടെ മാതൃമരണ നിരക്ക്, ശിശു മരണ നിരക്ക് ഒക്കെ തന്നെ കുറച്ചു കൊണ്ടുവരുന്നതിൽ അംഗൻവാടി പ്രവർത്തകരായിക്കോട്ടെ ആശാ വർക്കർമാരായിക്കോട്ടെ അവരുടെ സേവനം നിസ്തുലമാണ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ തന്നെ പറയുന്നതാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഇവിടെ പല ആൾക്കാരുടെ സ്വാതന്ത്ര്യമാണ്. അതായത് ചില പുരുഷന്മാർ ഈ രീതിയിലത്തേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുകയും മതത്തിനെ അതിലേക്ക് കൂട്ടിക്കെട്ടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീ, ഈ അമ്മ, ഇവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നില്ലേ? ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ ആസ്പദമായിട്ടുള്ള ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചത് ഏതാണ്ട് 10 മണിക്കൂറിലേറെ മുലപ്പാല് പോലും കിട്ടാതെ ആ കുട്ടിയുടെ ദേഹത്തെ രക്തം പോലും തുടയ്ക്കാൻ ആളില്ലാതെ ആ കുട്ടിയെ റഷ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നാണ്. 4 മണിക്കൂർ യാത്ര ചെയ്തിട്ട് റഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പോലും 4 മണിക്കൂർ എന്തോ കഴിഞ്ഞിട്ടാണ് ആശുപത്രിയിൽ എത്തിയത് എന്ന രീതിയിലത്തേക്കാണ് പത്രത്തിൽ വായിച്ചത്. ഈ അടുത്തിടെ തന്നെ നമ്മൾ കണ്ടതല്ലേ, വീട്ടിൽ പ്രസവം നടത്തിയതിനു ശേഷം ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചു കൊണ്ടുവരുന്ന ആൾക്കാർ. അപ്പം ഞാൻ പറയുന്നത്, മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക എന്നുള്ളത് സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. സർക്കാരിന്റെ തന്നെ എത്രയോ കണക്കുകളുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഒഫീഷ്യലായിട്ടുള്ള റെക്കോർഡ്സ് അനുസരിച്ചിട്ട് ഏതാണ്ട് 3000-ത്തിനടുത്ത് വീട്ടുപ്രസവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എത്രയോ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മാതാവിന്റെ മരണം ഉണ്ടായിട്ടുണ്ട്, കുട്ടികളുടെ മരണം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നോക്കുന്നത് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ 100% ആയിട്ടുള്ള കാര്യമാണോ എന്നുള്ളതല്ല. കോംപ്ലിക്കേഷനുകൾ പല കേസുകളിലുണ്ട്. പക്ഷേ ആളിനെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ, പെർസെന്റേജ്, പ്രോബബിലിറ്റി, ഇത് എവിടെയാണ് കൂടുതൽ സംശയമില്ലാത്ത കാര്യമാണ്. അതല്ലാതെ വീട്ടിലെ പ്രസവത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അത് ഏത് ഉസ്താദ് പറഞ്ഞാലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്ന ഉസ്താദുമാർക്കെതിരെ നിയമ നടപടിയാണ് വേണ്ടത്. ശ്രീ കെ ബി ബഷീർ, ഈ പറയുന്ന ഉസ്താദ് പകര മുഹമ്മദ് അഹ്സനി, അത് AP സംസ്ഥയിൽപ്പെട്ടയാളല്ലേ? അദ്ദേഹം ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഔദ്യോഗികമായി യാതൊരു ഭാരവാഹിത്വമോ പദവികളോ വഹിക്കാത്ത ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഇവിടെ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത പ്രസംഗമോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒരിക്കലും ഞങ്ങളുടെ സംഘടന ഓൺ ചെയ്യുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ പോലും രംഗത്ത് വരികയോ ഒരു കാലത്തും, ഇപ്പോൾ ഈ വിവാദമായ സന്ദർഭത്തിൽ മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിലും വരികയോ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. AP സംസ്ഥയുടെ ഒരു സമ്മേളനത്തിലല്ലേ ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും അങ്ങനെ ആകാൻ വഴിയില്ല. അതേതാണ് പരിപാടി എന്ന് പോലും അറിയില്ല. ഏതെങ്കിലും സ്വകാര്യ ചടങ്ങുകളോ ശരിയാണോ ബഷീർ? എന്തായാലും അവരുടെ AP സംസ്ഥയുടെ ഔദ്യോഗികമായ ഒരു ഭാരവാഹി അല്ല ഈ ഉസ്താദ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവരുടെ പരിപാടിയും അല്ല എന്ന്. ആരിഫ്, അതിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നോട്ട് ട്രൂ സ്കോട്ട്സ്മൻ ഫാലസി അത് നമ്മൾ എടുക്കില്ല. ഉസ്താദിനെ തള്ളിയതുകൊണ്ട് കാര്യമില്ല, സംസ്ഥയെന്ന് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എനിക്ക് ഇത്രേ അറിയേണ്ടുള്ളൂ, ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിൽ കുറവുണ്ട്, ഇദ്ദേഹത്തിന് ഇസ്ലാമിൽ നോളജ് ഉണ്ടോ, ഇദ്ദേഹം അവിടെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു, ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു, പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതും ഇസ്ലാമിലെ നോളജ് വെച്ചുകൊണ്ട് തന്നെയാണോ, അതോ അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും കുറവുണ്ടോ ഇല്ല, ഇത് പറഞ്ഞാൽ മതി. ബഷീർ പോയില്ലെന്ന് എന്റെ വിഷയമല്ല. ബഷീർ താങ്കളോടാണ്. അല്ല, ഞാൻ മഞ്ജുഷിനോടാണ്, മഞ്ജുഷിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ മഞ്ജുഷിന് ചോദിക്കാവുന്നതാണ്, ഞാൻ അതിന് ഉത്തരം പറയാവുന്നതും ചെയ്യാം. മഞ്ജുഷിന് ചോദിക്കാം. ഞാൻ ചോദിക്കുന്നു. ആകട്ടെ, ഇത് ഒരു സംഘടനയുടെ ഔദ്യോഗിക നിലപാടായി ചിത്രീകരിക്കാനാണ് നിങ്ങൾ ഇതിലൂടെ, ഈ ചോദ്യത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഈ ചോദ്യത്തിന്റെ ആവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞ ഉത്തരത്തിൽ നിങ്ങൾ തൃപ്തരാകാതെ വീണ്ടും ചോദിക്കുന്നതിന്റെ താല്പര്യം അതാണ് എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനയുടെ ഔദ്യോഗിക നിലപാടാണ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിലപാടാണ് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ ഇത് ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ അത്രയധികം ആളുകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും നിരന്തരം അങ്ങനെ ഒരു പ്രബോധനം നടത്തുകയും ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു സാധൂകരണം ഉണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ശ്രീ കെ ബി ബഷീർ. അത് നല്ലതല്ല, അത് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അതെ, തീർച്ചയായിട്ടും. അങ്ങനെ നമുക്കറിയാമല്ലോ, സീരിയസ് കണ്ടന്റുകളെക്കാൾ പലപ്പോഴും കൂടുതലായി വ്യാപനം നേടുന്നത്, വൈറലാകുന്നത് സീരിയസ് അല്ലാത്ത കണ്ടന്റുകളാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്ദേശമോ വൈറലായി അല്ലെങ്കിൽ കുറെ ആളുകൾ കണ്ടു എന്നതുകൊണ്ട് അത് അതിന്റെ സാധൂകരണത്തിനോ അല്ലെങ്കിൽ അതിന് ഞങ്ങളുടെ ഔദ്യോഗികമായ പിന്തുണയുണ്ട് എന്നതിന് ഒരിക്കലും ഒരു തെളിവായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെയല്ല വസ്തുത. തീർച്ചയായും ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞങ്ങളുടെ സമൂഹത്തിനകത്ത് നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യം ഇപ്പോൾ നിങ്ങൾ ആരോപിക്കാൻ ഉന്നയിക്കുന്നതിന്റെ എതിർ വശത്ത് നിന്നുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരിക്കലും ഈ വീട്ടിൽ പ്രസവിക്കുക എന്നത് അങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട അല്ലെങ്കിൽ കൂടുതലായി പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമേയല്ല. മറിച്ച് ഏറ്റവും നല്ല ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന കാര്യമാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങളെ സംബന്ധിച്ച് പൊതുവെ ഒരു ട്രോൾ ഉള്ളത് അല്ലെങ്കിൽ ഒരു ആക്ഷേപമുള്ളത് അല്ലെങ്കിൽ പറയാറുള്ളത്, ഹോസ്പിറ്റലുകളിൽ എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തെയാണ് കാണുന്നത്. ഹോസ്പിറ്റൽ വ്യവസായം വിജയിച്ചു പോകുന്നത് മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പലപ്പോഴും ട്രോളിക്കൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ആശ്രയിക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള അത്തരം പ്രവർത്തനങ്ങൾ അതിനെ ന്യായീകരിക്കുകയല്ല, തീർച്ചയായും അത് ശരി, ശ്രീ ആരിഫ് ഹുസൈൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ AP സമസ്ത ഇതിനെ തള്ളി പറയുന്നുണ്ട്. നല്ല കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞതുമാണ്. ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് മാത്രമാണ് എനിക്കൊരു ടൈം തരണം. KB ബഷീർ ഇതിനെ എനിക്ക് AP സമസ്തയിൽ അദ്ദേഹത്തിനോട് എനിക്ക് സംസാരിക്കണം. വീണ്ടും ഈ ആശയത്തോടൊപ്പമാണ് ഈ AP സമസ്തയുടെ ആളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് അൽത്താഫ്? എന്താണ് മഞ്ജുഷ്, എനിക്ക് വോയിസ് തരണം. അൽത്താഫ് ചോദിച്ചോളൂ, എന്താണ്? അതായത് AP സമസ്തയുടെ പാനലിലിരിക്കുന്ന KB ബഷീർ ആശുപത്രികളിൽ കൂടുതലും മുസ്ലിമുകളാണ് പ്രസവിക്കുന്നത് എന്ന തരത്തിൽ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ആ വിഷയത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ പ്രസവത്തിലാണ് കൂടുതൽ പ്രസവത്തിന് അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ പ്രസവിക്കാൻ വീട്ടിലും ആശുപത്രിയിലും പലപ്പോഴും മുസ്ലിമോ ഹിന്ദുവോ എന്നുള്ളതല്ല വിഷയം. 5 വർഷം 8 ലക്ഷം സിസേറിയൻ കുറയാതെ മാതൃമരണ നിരക്ക് അതായത് വീട്ടിലും ഹോസ്പിറ്റലിലും നമുക്ക് പ്രസവത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഹോസ്പിറ്റലും വീടും പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂലെന്നേ. കാരണം അങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്തിടത്തോളം ഓരോ സ്ത്രീകൾക്കും അവരുടെ അവകാശം, അവരുടെ സേഫ് സോൺ അവർക്ക് കൊടുക്കേണ്ടി വരും. കാരണം അക്യൂഷ് എന്ന സംഘടനയ്ക്ക് ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുവാൻ അർഹതയുണ്ടോ എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന്. പക്ഷേ എന്തുകൊണ്ട് നടപടി ഉണ്ടായിട്ടില്ല? അതുപോലെ തന്നെ AP സംസ്ഥയുടെ ബഷീർ പറഞ്ഞത് ഞങ്ങൾ തള്ളിക്കളയുകയാണ്, ഞങ്ങളുടെ ആരുമല്ല അദ്ദേഹം, ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമാണ് എന്നാണ്. ആരിഫ്? അതെ, ഇത്തരം ഒരു സെക്കൻഡ് ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറഞ്ഞ മാതിരി ഈ നോട്ട് ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസി, തള്ളുക, നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കിയ പരിപാടി തീർന്നു എന്നുള്ളതാണ്. അതിവിടെ നടപ്പാവില്ല. നിങ്ങൾ പറയണം, ഇദ്ദേഹം ഈ പറഞ്ഞ് പ്രസംഗിച്ചൊക്കെ നടക്കുന്നത് ഒരാളെ ഇവിടെ എടുത്തു വെച്ചേ ഉള്ളൂ, ഒരാൾ മാത്രമല്ല. ഇതുപോലത്തെ 100 കണക്കിന് ഉസ്താദുമാരിവിടെ ഉള്ളപ്പോൾ ഇവർ പറഞ്ഞു നടക്കുന്നത് മതവേദികളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ഹിജാബ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, സ്ത്രീയും പുരുഷൻ കാണരുത് എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, സെഗ്രിഗേഷന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഹിജാബ് നിയമത്തെ അധികരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട എന്ന് മാത്രം ഇസ്ലാം പറയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആളെ പറ്റിക്കുന്ന പരിപാടി ചെയ്യരുത്. അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇസ്ലാം പറയുന്നുണ്ടെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു, ഈ സ്ത്രീ പുരുഷ വേർതിരിവ് വെച്ചുകൊണ്ട് ഈ ഗിൽറ്റ് കോംപ്ലക്സ് അത് അവസാനിപ്പിക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. അത് സ്റ്റേജിൽ നിന്നും പെൺകുട്ടി ഇറക്കുന്നത് മുതൽ തുടങ്ങി അവരെ കൊണ്ട് ഈ മൂടുപടം ഈ ചാക്കിൽ കയറ്റുന്നത് അടക്കം എല്ലാ കാര്യവും അവിടെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതിന്റെ ബാക്കിയാണ് ഇത് എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നത്. 2, ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മുസ്ലിങ്ങളാണ്. അതെന്തോ മേന്മയായിട്ട് പറയുന്നു. ഞാനത് സമ്മതിക്കുകയാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലാണ്, ഒരു ഡോക്ടറുമാണ്. എന്നാലും ഞാൻ പറയുകയാണ്, അതായത് ശരിയാണ്, ഇദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. 2 ഉദാഹരണമാണ്. മിഡിൽ ഈസ്റ്റിൽ നോമ്പങ്ങടെ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം അത് ഇവിടെ മുസ്ലിങ്ങളെ കൊണ്ട് തന്നെയാണ്. കാരണം ഈ നോമ്പ് തുറക്കേണ്ട നേരത്തുണ്ടാകുന്ന ആക്സിഡൻറ്റ്സ്, വിശന്ന് ഭ്രാന്തെടുത്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് അവിടെ വളരെ കൂടുതലാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലും ഇതൊക്കെ തന്നെയാണ് സമാനമായ. അപ്പോൾ അശാസ്ത്രീയമായ കാര്യങ്ങൾ പിന്തുടരുന്നതിന്റെ പേരിൽ കൂടുതൽ മുസ്ലിങ്ങൾ ഹോസ്പിറ്റൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് ഒരു മേന്മയായിട്ട് കാണുന്നുണ്ടെങ്കിൽ
നമോഭാഗമെന്ന് എനിക്ക് പറയുള്ളൂ. ഇനി ഇവിടെ നൗഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏൽക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ആദ്യമേ ഇവിടെ പറയാണ്, ഇവിടുത്തെ സർക്കാർ എന്താ നോക്കുകുത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇവിടെ ഒരു പബ്ലിക് ഹെൽത്ത് ആക്ട് ഉണ്ട് ഇവിടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സിന് വരെയുള്ള സാധ്യത ഉണ്ടായിരിക്കെ എന്താണ് ഇവിടെ ഗവൺമെന്റ് ചെയ്യുന്നത്? ആരിഫ്, അതിനകത്ത് ഒരു കാര്യം, അക്യൂഷ് എന്ന സംഘടന ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളെ വിളിച്ചു വരുത്തി ആദരിക്കുകയും അവർക്ക് പുരസ്കാരം നൽകുകയും ചെയ്യുകയാണ്. അത് നിയമവിരുദ്ധമല്ലേ? അതെ. അപ്പൊ ഇവിടെ കാണുന്ന എന്താണ്, പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വലിയ വിഷയം എടുത്തു കഴിയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള ഇതുപോലെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്നുള്ളതാണ് ഗവൺമെന്റിനോട് നമുക്ക് ചോദിക്കാനുള്ളത്. ഒന്നത്. രണ്ട്, ഇദ്ദേഹം ഇവിടെ പറഞ്ഞു, അതായത് നിങ്ങൾ ഏറ്റെടുക്കുമോ, ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്ന്. ഇത് കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു തട്ടിപ്പാണെന്ന് ഞാൻ പറയും. കാരണം എന്താണ്, ശാസ്ത്രം പറയുന്നത് എന്താണ്, ഇതിന്റെ യഥാർത്ഥ വഴി, ശരിയായ വഴി എന്ത് എന്നുള്ളതാണ് ശാസ്ത്രം പറയാ. ആ സംഗതി നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ശാസ്ത്രീയമായിട്ടൊരു ബോംബ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നിങ്ങളുടെ കയ്യിലിരുന്ന് പൊട്ടുക, അല്ലെങ്കിൽ അടുക്കളയിലിരുന്ന് പൊട്ടുക, അതല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും പോക്കറ്റിൽ തിരികിയിട്ട് കുക്കറിലൊക്കെ വെച്ചിട്ട് പൊട്ടിക്കുക, അത് വേറെ വിഷയമാണ്. അത് ശാസ്ത്രത്തിന്റെ കുഴപ്പമല്ല, അത് അതിന്റെ ലീഗൽ ഇഷ്യൂ, അതിന്റെ എത്തിക്കൽ ഇഷ്യൂ, അത് മറ്റ് കൺസേൺസ് ആണ്. അപ്പൊ ഇവിടെ കാണുന്ന ഈ നൗഷാദ്, ഈ അക്യൂഷ് കാണിക്കുന്ന ഈ തരികട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക വൈദ്യ മേഖലയിൽ സംഭവിക്കുന്ന ചില കാരണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ കൊണ്ടു നടക്കുന്ന അശാസ്ത്രീയമായ കപടശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസപരമായിട്ടുള്ള സംഗതികളെ തിരികെ കയറ്റാനുള്ള പഴുതുകളായിട്ട് ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മൾ തുറന്നു കാണിക്കണം. ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഇത് നോക്കി നടത്തേണ്ട ആളുകൾ ബില്ലും കയ്യിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു. ഗവൺമെന്റ് ചെയ്യുന്ന പ്രശ്നം അതാണ്. ഇനി ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ഏറ്റെടുക്കുമോ, ഏറ്റെടുക്കും. എങ്ങനെയാണ് മെഡിസിൻ ഏറ്റെടുക്കും? ഞാനിവിടെ കുറച്ച് ഈ മെഡിക്കൽ സ്കോറിംഗ് സിസ്റ്റത്തിന്റെ പേര് ഞാൻ വായിക്കും. ഇതിൽ എത്ര എണ്ണം ഇദ്ദേഹം കേട്ടിട്ടുണ്ടെന്നൊന്ന് പറയാം. മിയോ സ്കോർ, ബിഷപ്പ് സ്കോർ, WHO പാർട്ടോഗ്രാഫ്, റോബ്സൺ ക്ലാസിഫിക്കേഷൻ, അബ്ഗാർ സ്കോർ, ബാലാഡ് സ്കോർ, ക്രിബ്2, സ്നാപ്2, EPDS, FMP കാൽക്കുലേറ്റേഴ്സ്, ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ വായിച്ചു. ഇതൊക്കെ എന്താണ്, ഏതിനാണ് ഉപയോഗിക്കുന്നത്, ഏതിന്റെ റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ മെഡിക്കൽ സയൻസിൽ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കുന്നത്, എങ്ങനെയാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, ഇത് നടക്കുമോ ഇല്ലയോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്ക് അനാലിസിസ് അതവിടെ നടക്കും. അത് നടത്തുന്നതിന് വേണ്ടി ഒരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അത് വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയും, ഈ പ്രഗ്നൻസി ഇത്രയും റിസ്കിയാണ്, അതല്ലെങ്കിൽ ഇത് റിസ്ക് ഫ്രീ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ അടക്കം നിങ്ങൾ പറയുന്ന പോലെയുള്ള ഹോം ഡെലിവറി നടക്കുന്നത്. എന്തിനാ? അത് ഹോസ്പിറ്റൽ ബേർഡൻ കുറയ്ക്കാനും കൂടി വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ട്? റിസ്ക് ഫ്രീ ആണെങ്കിൽ അവർ വീട്ടിൽ പ്രസവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. തൊട്ടടുത്ത് ആംബുലൻസ് ഉണ്ടാവും, മിഡ് വൈഫ്സ് ഉണ്ടാവും. അത് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ലിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി നിർത്തിയിട്ടാണ് അത് അവരവിടെ ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾ കണ്ണും പൂട്ടിയിട്ട് പോയിട്ട് അങ്ങോട്ട് ആന പ്രസവിക്കുന്നുണ്ട്, പൂച്ച പ്രസവിക്കുന്നുണ്ട്, നിങ്ങൾ പോയി പ്രസവിച്ചോ, ഇതല്ല മിഡ് വൈസ് അവിടെ വെച്ചിട്ട് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ. അങ്ങനെ നിങ്ങൾ വളച്ചു കൊണ്ടുപോയിട്ട് ഇതിനെ നിങ്ങൾക്ക് വെളുപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അത് സ്വപ്നത്തിൽ പോലും സാധിക്കില്ല ഇന്നത്തെ കാലത്ത്. ഇനി ഇവിടെ റിസ്ക് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു കാരണവശാലും വീട്ടിൽ പ്രസവിക്കരുത് എന്നാണ് പറയുന്നത്. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, എന്നിട്ട് അവരെ രക്ഷിക്കാനുള്ള വഴികൾ നോക്കും, അത് ആ പ്രശ്നം ഒഴിവാക്കാനുള്ള വഴികൾ നോക്കും. എന്നിട്ടും നടക്കുന്നില്ല, മരണത്തിലേക്ക് പോകണമെങ്കിൽ റീസസിറ്റേറ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്. ഇത് നടന്നില്ലെങ്കിൽ മാത്രമാണ് മരണത്തിലേക്ക് വിടുന്നുള്ളൂ. അപ്പോൾ അവിടെ നടക്കുന്ന എന്താണ്? ഒരു കുഞ്ഞിനെയും അമ്മയെയും മരണത്തിലേക്ക് വിടാതെ അവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനം, ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് സത്യത്തിൽ ഈ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത്, അവിടെയുള്ള എമർജൻസി റൂമുകളിൽ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം അലിഫ് ബാത്ത അറിയാതെ ഇതുപോലെ കടന്നിട്ട് ഈ മതത്തിന്റെ കയ്യിലുള്ള ഇത്തരം ഹിജാബ് നിയമങ്ങളെയും അത് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഗിൽറ്റ് കോംപ്ലക്സ് വെച്ച് നടക്കുന്ന ആളുകൾ അശാസ്ത്രീയമായ കപടശാസ്ത്രമായ ഈ അക്യുപങ്ചറിനെയും കൂട്ടുപിടിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ തുറന്നെതിർക്കണം. അതിലെ കാപട്യം നമ്മൾ മനസ്സിലാക്കണം, അതിലെ നിയമവിരുദ്ധത അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം, അതിലെ ഈ ദേശത്തോട് കാണിക്കുന്ന ഒരു പ്രശ്നം അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം, അതിലെ അശാസ്ത്രീയമായ കാര്യങ്ങൾ ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം, മതം, അന്ധവിശ്വാസം ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണം. അക്യൂഷ് എന്ന സംഘടനയല്ല ഇത് ചെയ്യുന്നത് എന്ന്. എന്താണ് എനിക്ക് മനസ്സിലായില്ല. എന്താണ് അക്യൂഷിന്റെ അല്ല അക്യൂഷിന്റെ ഒരു എന്താണ് അക്യൂഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല, പറഞ്ഞോളൂ. അതായത് അക്യൂഷ് എന്നുള്ളൊരു സംഘടനയൊന്നുമല്ല. ഞാൻ വ്യക്തിപരമായി നടന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ എനിക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരു സന്തോഷം, ഞാൻ പറഞ്ഞല്ലോ പ്രകൃതിപരമായ വിഷയത്തിൽ എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഒരാൾ ഹിമാലയത്തിൽ കയറിയിട്ട് വന്നാൽ നമ്മളിവിടെ ആദരവ് കൊടുക്കാറുണ്ട്. അതിനർത്ഥം എല്ലാവരും ഹിമാലയത്തിൽ പോകണം എന്നല്ല. ഒരു കൈയും കാലും കെട്ടിയിട്ട് ഇവിടെ പുഴ നീന്തുന്ന ആളുകൾക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. അതിനർത്ഥം എല്ലാവരും പുഴയെ ചാടണമെന്നല്ല. അതുകൊണ്ട് ഇത് പ്രോത്സാഹനമല്ല ഒരിക്കലും, മറിച്ച് അങ്ങനെ ഒരു സന്തോഷം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അവരോടത് പ്രകടിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു മൗലിക അവകാശമാണ്. വീട്ടിലെ പ്രസവത്തിന് ആരും ഉത്തരവാദിത്തം വെക്കൂല, ഹോസ്പിറ്റൽ പ്രസവത്തിന് ഞാൻ ഉത്തരവാദിത്തം വെക്കൂല, ഒന്നിലും വെക്കൂല.
എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളാണ് സേഫ് സോൺ, നിങ്ങളാണ് നോക്കേണ്ടത്. അവരുടെ അവകാശത്തെ വകവെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പൗരന്റെ പണി. ഇനി അതല്ല, അവരെ വീട്ടിലേക്ക് ആരെങ്കിലും നിർബന്ധിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം അവനേക്കണം, ഹോസ്പിറ്റലിൽ നിർബന്ധിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം അവനേക്കണം. കാരണം ഇവിടെ എല്ലാ മനുഷ്യർക്കും പറഞ്ഞു പ്രശ്നമുണ്ട്. നൗഷാദിനോട് എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. അതായത് നിങ്ങൾ പറഞ്ഞു നീന്തുന്ന കാര്യവും ഹിമാലയം കയറുന്ന കാര്യവും. ഹിമാലയം കയറുന്നവന്റെ റിസ്ക് അസസ് ചെയ്തിട്ടേ അവനെ ഹിമാലയം കയറ്റാൻ വിടുകയുള്ളൂ. ഈ പുഴ നീന്താൻ വേണ്ടി അനുവദിക്കുന്നവനെ റിസ്ക് അസസ് ചെയ്തിട്ടേ അവിടെ അതിന് അനുവദിക്കുള്ളൂ. നിങ്ങൾ അവാർഡ് കൊടുത്ത ആ സ്ത്രീകളിൽ എത്ര പേരുടെ പ്രഗ്നൻസി ഡെലിവറി ടൈമിൽ നിങ്ങൾ റിസ്ക് അനാലിസിസ് നടത്തിയിട്ടാണ് അതിന് വിട്ടത്? അതൊന്ന് പറയൂ. അത്രയും ആളുകളിൽ എത്ര പേരുടെ നിങ്ങൾ റിസ്ക് അസസ് ചെയ്തിട്ടുണ്ട്? അത് ഞാൻ കൃത്യമായിട്ട് ഞാനൊരു മറുപടി പറയാം. അതായത് വീട്ടിൽ പ്രസവിക്കാനും ഹോസ്പിറ്റലിൽ പ്രസവിക്കാനും പ്രൊമോട്ടർ അല്ലാന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീകളാണ് ഇനി സംസാരിക്കേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പ്രസവിക്കുന്നത്? നിങ്ങൾക്ക് ആശുപത്രിയിലുള്ള പ്രശ്നം എന്താണ്? ഓരോ സ്ത്രീകളോടും അതിന്റെ അത് ഗവൺമെന്റ് അല്ല, പ്രകൃതിപരമായി നടന്നു വന്നൊരു സംവിധാനം സ്വാഭാവികമായി അങ്ങനെ തന്നെ തുടർന്ന് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോ മരിക്കാനുള്ള ഒരു സാഹചര്യത്തിലും ഒരു മനുഷ്യനും പോയി പെടരുതെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും എന്തെങ്കിലും ഒരു കാര്യം ഒരു മനുഷ്യന്റെ മൗലികാവകാശം തടയാൻ ആളല്ല. ഞാനൊരു നോർത്ത് കൊറിയയിലല്ല വീട്ടിലാകുമ്പോൾ ഫുൾ റിസ്ക് ആണ്. അതെന്തിനാ ഞാൻ പറയുന്നത്? ഒരു സ്ത്രീയുടെ അവരുടെ ശരീരം അവരുടെ പ്രൈവസിയുടെ വിഷയത്തിൽ ഞാൻ എങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യുന്നത്? എന്റെ ഭാര്യയുടെ വിഷയത്തിൽ പോലും എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റൂല. കാരണം എന്റെ ഭാര്യ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്റെ ഭാര്യ അലോപ്പതി പ്രസവം പ്രസവിച്ചതാണ് ആദ്യം. അവിടെ എന്റെ ഭാര്യ അലോപ്പതി പ്രസവം പ്രസവിച്ചതാണ്. അതിൽ അവർ പ്രയാസം അനുഭവിച്ചതിന് ശേഷം അവർ വീടുകളിലാണ് പിന്നെ പ്രസവിച്ചത്. അതിന് ഞാൻ എങ്ങനെ തടുക്കാൻ പറ്റും? അവരുടെ വ്യക്തി അലോപ്പതി പ്രസവം പ്രസവിച്ചു. മതത്തിന്റെ ഒരു വിഷയം കൊണ്ടാണെങ്കിൽ ഇങ്ങനെ അലോപ്പതി പ്രസവത്തിൽ ആദ്യം പോകുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. മുസ്ലിങ്ങളാണ് കൂടുതൽ പ്രസവിക്കുന്നൊരു ചർച്ച വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? പലപ്പോഴും ഈ മറ്റു മതത്തിലുള്ള സ്ത്രീകളോട് അവരും കൂടുതൽ പ്രസവിക്കട്ടെ, കൂടുതൽ ജനസംഖ്യ ഇവിടെ വരട്ടെ, എല്ലാ മനുഷ്യരും സന്തോഷിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വീടുകളിലും ഹോസ്പിറ്റലുകളിലും പ്രസവിച്ച സ്ത്രീകളുടെ റിവ്യൂകൾ എടുക്കണം. അതിന് ഈ ന്യൂസ് 18നോട് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്താണ് അക്യൂഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അക്യുപങ്ചർ ആണോ? അതാണോ അക്യൂഷ് എന്ന് പറഞ്ഞാൽ? അക്യുപങ്ചറുമായി ബന്ധപ്പെട്ട വേറൊരു ടീമാണ്. അതുമായിട്ട് ഈ പ്രസവത്തിന് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തു. എൻ്റെ യൂട്യൂബ് ചാനൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് അതിങ്ങനെ ചർച്ചയായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, സ്ത്രീകളോട് നിങ്ങൾ തന്നെ ഈ ന്യൂസ് 18 ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്നലെ മുതൽ ഇതിന്റെ ചർച്ചകൾ വളരെ മനോഹരമായ റൂട്ടിലാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. സ്ത്രീകളോട് റിവ്യൂ എടുക്കണം. നിങ്ങൾ ഈ ഷാരിക നിങ്ങളുടെ സഹപ്രവർത്തകരാണല്ലോ, അവരും അവരുടെ സുഹൃത്തും കൂടി ഇരുന്നിട്ട് അവരുടെ പ്രസവാനുഭവത്തിന്റെ ദുരിതങ്ങൾ പറഞ്ഞപ്പോൾ 1200ഓളം കമന്റുകൾ വന്ന് വായിച്ചു നോക്കണം. ആർക്കെതിരെയും നടപടി ഉണ്ടായതായി കാണുന്നില്ല. മന്ത്രി പറഞ്ഞിട്ടിപ്പോൾ 2 ദിവസമായി. എന്നിട്ടും ഈ അക്യൂഷ് എന്ന സംഘടനയെ പോലുള്ള, ഇപ്പോൾ അദ്ദേഹം പറയുന്നു അക്യൂഷിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് അൽത്താഫ് പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ ഒരു രീതിയിൽ അദ്ദേഹം അഭിനന്ദിച്ചതാണ്. ആ ധീര വനിതകൾ എന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രചാരണം നടത്തുകയാണ് വീട്ടിൽ പ്രസവിക്കുന്നതിന് വേണ്ടി. അതിനെതിരെ ഒരു നടപടിയും ഇവിടെ ഉണ്ടാകുന്നില്ല. ആ ഉസ്താദിന്റെ പ്രസംഗം അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്, ഒന്നും ഉണ്ടാകുന്നില്ല. അല്ല, നോക്കൂ, തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. എന്നാൽ അതിനെയൊക്കെ തന്നെ ധൈര്യമാണ് എന്ന് കരുതി നമ്മളതിനെ അംഗീകരിക്കാനും അനുമോദിക്കാനും ഒന്നും ശ്രമിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇടയ്ക്ക് കണ്ടതല്ലേ, ഏതോ ഒരു മലയുടെ മുകളിൽ എങ്ങാണ്ട് ഏതോ ഒരാൾ വലിഞ്ഞു കയറി അവിടെ ഇരുന്നു. എന്നിട്ട് അവസാനം നേവിയുടെയോ എയർഫോഴ്സിൻ്റെയോ ഒക്കെ തന്നെ ആൾക്കാരും അവരുടെ സന്നാഹങ്ങളും എല്ലാം വന്നതിന് ശേഷമാണ് ആളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ പേരിൽ താഴെ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെയുള്ള ഒരു അവാർഡാണിത്. കാരണം റിസ്ക് കൃത്യമായിട്ട് അസസ് ചെയ്തിട്ടില്ല. എന്താണ് ജീവനുള്ള റിസ്ക്, മറ്റുള്ള ആൾക്കാർക്കുള്ള റിസ്ക്, ഈ കാര്യങ്ങളെപ്പറ്റി സർക്കാരിൻ്റെ പോളിസിയെ തന്നെ ഇത് എത്രത്തോളം പിന്നോട്ട് വലിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെപ്പറ്റി ഒരു അസസ്മെൻറ്റും ഇല്ലാതെ കുറേയധികം ആൾക്കാർ വീട്ടിൽ പ്രസവത്തിന് പോകുന്നു. യാതൊരു വിധത്തിലുള്ള, ഇപ്പോൾ ആരിഫ് തന്നെ ഇവിടെ കുറേയധികം സ്കോറുകളെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഏറ്റവും എലമെൻ്ററി ആയിട്ട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സ്കോറായിരിക്കും ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട അബ്ഗാർ സ്കോറൊക്കെ എന്താണെന്ന്. അതുപോലും അസസ് ചെയ്യാനുള്ള ടെക്നിക്കൽ നോഹൗ ഇല്ലാത്ത ആൾക്കാർ, സാങ്കേതികമായിട്ടുള്ള ഒരു പരിജ്ഞാനവും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ഈ പ്രസവം എടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആള് മുങ്ങി നടക്കുന്നത്, പിന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത്. ആശുപത്രിയിൽ സാധാരണ അങ്ങനെയല്ല എന്നുള്ളതാണ് അൽത്താഫിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. 2, മന്ത്രിയുടെ കാര്യം നോക്കൂ. വീണ ജോർജ് തന്നെ പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ ഏതാണ്ട് 380-ലധികം പ്രസവങ്ങൾ വീടുകളിൽ നടന്നുവെന്നാണ്. ഞാൻ പറയുന്നത് ഇതൊരു നേട്ടമായിട്ടാണോ നമ്മൾ പറയേണ്ടത്?
അത് ഒരു കോട്ടമായിട്ടാണോ നേട്ടമായിട്ടാണോ എന്തായിട്ടാണ് പറയുക? വീണ ജോർജ് തന്നെ പറയുന്നത് ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി, സാമുദായിക സംഘടനകളെ ഉൾപ്പെടുത്തി, സാംസ്കാരിക സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ എല്ലാ സഹകരണത്തോടു കൂടി ഒരു ബോധവൽക്കരണം നടത്തുമെന്നാണ്. ഞാൻ പറഞ്ഞത് ഈ ബോധവൽക്കരണത്തിൻ്റെയൊക്കെ കാലം എന്നേ കഴിഞ്ഞു പോയി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ബോധവൽക്കരണം, റോഡ് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ബോധവൽക്കരണം, വീട്ടിലെ പ്രസവത്തിലാണെങ്കിലും ബോധവൽക്കരണം. ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്, റിസ്ക് ഇല്ലാത്ത കാര്യമാണ്. നമുക്കിവിടെ ആശാ വർക്കറും അംഗൻവാടി പ്രവർത്തകരും ഉണ്ട്. അവരെ മാത്രം മതി, അവർ മാത്രം ആ പണി ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവരിൽ നിന്ന് പോലും ഈ ആരോഗ്യ വിവരങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് വീട്ടിലാണ് പ്രസവമെന്ന് നിർബന്ധം പിടിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ഈ ആശാ പ്രവർത്തകരോ ഈ അംഗൻവാടി പ്രവർത്തകരോ ഒന്നും ഈ പറയുന്ന സ്ത്രീകളെ കാണുന്ന പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈ ബോധവൽക്കരണം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ എന്ത് ചെയ്തു എന്നെങ്കിലും പറയണ്ടേ? അപ്പോൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് കണക്കുകൾ, ഞാൻ വീണ്ടും തിരിച്ചു പോകുന്നത് നമ്മുടെ ഈ മാധ്യമത്തിൻ്റെ കണക്കാണ്. അപ്പോൾ എനിക്ക് ചീത്തവിളി കിട്ടില്ലല്ലോ. മാധ്യമത്തിൻ്റെ 2 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു കണക്കിൽ അവർ പറയുന്നത് 2019, 2020 എന്ന് പറയുന്നത് ഒരൊറ്റ വർഷം അവർ ജില്ല തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീട്ടിലെ പ്രസവം എത്രയാണെന്ന്. അതിൽ ഏതാണ്ട് 30% വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. 2022, 23 വർഷത്തെ അവർ കണക്ക് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 7-8 ജില്ലകളുടെ കണക്ക് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളിൽ കണക്കുകൾ പല ജില്ലകളിലും 20, 30, 40 ഒക്കെ ആണെങ്കിൽ മലപ്പുറത്ത് മാത്രം 266 എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ ഇവിടെ ചോദിച്ചില്ലേ, ഇത് അത്രയധികം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടോ? പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അൽത്താഫ് ഇപ്പോൾ ദൃശ്യം കാണിച്ചിരുന്നു, അതിനകത്ത് അൽത്താഫിനെയും കാണാം. അതെന്താണ് യഥാർത്ഥത്തിൽ? ഇതുകൊണ്ട് അൽത്താഫ് സെഷന് ശേഷം അവരോട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ബിൻസിറ മാഡം സംസാരിക്കുന്നതായിരിക്കും. എന്തിനാണ് അഭിനന്ദിക്കുന്നത്? ഇതെന്താ? അതാണ് ദൃശ്യം. സ്വാഭാവികമായിട്ടും എൻ്റെ സുഹൃത്തുക്കളും അല്ല, ഇതിലെന്താണ് അഭിനന്ദനം അറിയിക്കുന്ന ഘടകം? എന്താണ് കൂടിയ ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ അല്ല, എനിക്കിപ്പോൾ ഒരാൾ മഴയത്ത് കളിച്ചാലും വെള്ളത്തിൽ കളിച്ചാലും ഒരാൾ ഹിമാലയത്തിൽ നിന്ന് കയറി വന്നാലും KB ഗണേഷ് കുമാർ KSRTC പ്രസവിച്ച സ്ത്രീയെ അഭിനന്ദിച്ചില്ലേ? അപ്പോൾ അത് അവരിനുള്ള പ്രോത്സാഹനമാണോ എല്ലാവരും KSRTC പ്രസവിക്കാൻ? അതൊരു കൗതുക കാഴ്ച ആയതുകൊണ്ടും അങ്ങനെ ഒരു കൗതുക സംഭവം കൊണ്ടുള്ള അഭിനന്ദനമാണ്. ഇനിയിപ്പോൾ ആശുപത്രിയിൽ മരിച്ചാലും വീട്ടിൽ മരിച്ചാലും ആരും അല്ല, വീട്ടിൽ പ്രസവിച്ചു, ഉമ്മയ്ക്കും കുട്ടിക്കും കുഴപ്പമില്ലാത്ത കണ്ടീഷനിൽ ഒരു അധികം കൂട്ടം ആളുകളെ കണ്ടപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ അവരോട് പ്രകടിപ്പിച്ചു. ഞാൻ അവരെ അഭിനന്ദിച്ചു. KB ഗണേഷ് കുമാർ KSRTCയിൽ പ്രസവിച്ച ആ ലേഡിയെ പ്രശംസിച്ചതുപോലെ അവർക്ക് ഗിഫ്റ്റുമായി വന്നത് നിങ്ങൾ മീഡിയ അടക്കം പ്രൊമോട്ട് ചെയ്തതുപോലെ. അപ്പോൾ നിങ്ങൾ മീഡിയ അത് പ്രൊമോട്ട് ചെയ്തത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആയിരുന്നോ? അതുപോലെ ഇതിനെയും നമ്മളൊരു കാര്യം ഇന്റൻഷനിൽ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ മീഡിയകൾ അതിനെ പ്രചരിപ്പിച്ച് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ തെറ്റായ പ്രവണതകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അൽത്താഫ്, ഒരു ചോദ്യം. അല്പം മുമ്പ് അങ്ങ് തന്നെയാണ് പറഞ്ഞത് വീട്ടിലെ പ്രസവത്തിനെയും ആശുപത്രിയിലെ പ്രസവത്തിനെയും അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ അനുമോദനം? ആശുപത്രിയിൽ പ്രസവിച്ചിരിക്കുന്ന ആൾക്കാർക്കും താങ്കൾ ഇതുപോലെ അനുമോദനം നടത്തിയിട്ടുണ്ടോ? അല്ല, ഇപ്പൊ കാളവണ്ടിയിൽ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ പറഞ്ഞു ശാസ്ത്രം വളർന്നപ്പോൾ കാറിൽ യാത്ര ചെയ്യലാണ് സൗകര്യം എന്ന് പറഞ്ഞ് കാളവണ്ടിയിൽ ഒരാൾ കൗതുകത്തിൽ യാത്ര ചെയ്യുന്ന കണ്ട എനിക്ക് പ്രശംസിക്കാൻ തോന്നിയാലും ഞാൻ പ്രശംസിക്കും. ഇപ്പോ സാധാരണഗതിയിൽ ആധുനിക സംവിധാനങ്ങൾ ഇത്രയും വളരുമ്പോൾ ഓരോ മനുഷ്യനും അവന്റെ കംഫർട്ട് ഉണ്ട്. അത് അവൻ ചെയ്യുമ്പോ അത് ഒരാൾക്ക് ഇപ്പൊ KSRTCയിൽ നിങ്ങൾക്കറിയാം ഇത് വളരെ കഷ്ടപ്പെട്ട് പ്രസവിച്ചതാണ്, അവർ കഷ്ടിച്ച് ജസ്റ്റ് രക്ഷപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ? അങ്ങനെയൊന്നുമല്ല. ഒരു ഉത്തരവാദിത്വം ഇന്നത്തെ സാഹചര്യമാണ്. മതി എന്ന് തീരുമാനമെടുത്ത ആളുകളെയാണ് ഇദ്ദേഹം അഭിനന്ദിച്ചത്. അവസരം കിട്ടാതെ വന്നതാണ്, അതിനുള്ള സമയം കിട്ടാതെ വന്നതാണ്. നോക്കൂ, ആശുപത്രിയിൽ പ്രസവിക്കേണ്ട, എനിക്ക് KSRTC ബസ്സിൽ പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ധൈര്യം കാണിച്ചിട്ടല്ലല്ലോ ഒരാൾ അങ്ങനെ പ്രസവിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ പ്രസവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? പല ഫ്ലൈറ്റ് കമ്പനികളും ആ കുട്ടിക്ക് ആജീവനാന്ത ഡൊമസ്റ്റിക് സർവീസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് കരുതി ഫ്ലൈറ്റിൽ പ്രസവിക്കാൻ എന്താണ്? അല്ല, ഇദ്ദേഹം പറയുന്നതിന്റെ ഉദ്ദേശം ആ വീഡിയോ പ്ലേ ചെയ്ത് അതിൽ തന്നെ കിട്ടും. അല്ല, എനിക്ക് പറയാനുള്ളത് കാരണം അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ മരുന്ന് കുത്തിവെക്കുന്നു, അവിടെ അനാവശ്യമായ ചികിത്സ നടത്തുന്നു, അനാവശ്യമായിട്ട് സർജറികൾ നടത്തുന്നു, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ അനുമോദിച്ചത്. അതൊന്നുമില്ലാതെ പ്രകൃതിപരമായി പ്രസവിച്ച ആളുകളെ എനിക്ക് അഭിനന്ദിക്കാൻ തോന്നി. KSRTCയിൽ പ്രസവിക്കുന്നതൊക്കെ ചേർത്ത് വെച്ചിട്ട് പറയുമ്പോൾ ഞാൻ ഇത് ആരും ചെയ്യണ്ട, വേറെ ആരും ചെയ്യണ്ട, പ്രസവിച്ചു എന്നതാണോ? അതോ ഇത്ര കഷ്ടപ്പെട്ടാണെങ്കിൽ ഇത്ര റിസ്കി ആണെങ്കിലും അവർ അത് തരണം ചെയ്ത് അവിടെ പ്രസവിച്ചു ജീവനോടെ ഇരിക്കുന്നു എന്നതുകൊണ്ടാണോ നിങ്ങൾ അവിടെ ഇതിനെ അനുമോദിക്കുന്നത്? ഇതിൽ ഏത് ഘടകമാണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ.
ഹിമാലയത്തിൽ കയറി പരമ്പരാഗത രീതിയിൽ അവർ സ്വസ്ഥമായി വന്നപ്പോൾ അവരുടെ പ്രസവം എന്നുള്ളൊരു തീരുമാനത്തിന് അവരുടെ കുടുംബത്തിന്റെയോ ഒന്നും പരിഗണിക്കാതെ അവരുടെ സ്വന്തം അവകാശമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരു സ്ത്രീ അവരുടെ അവകാശം തിരിച്ചറിഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ അവരുടെ ശബ്ദം ഉയർത്തി അവരുടെ അവകാശങ്ങളിൽ നിലകൊണ്ടു. അങ്ങനെ സ്വസ്ഥമായി പ്രകൃതിപരമായ ഒരു കാര്യം നടന്നപ്പോൾ ഞാൻ അതിനെ അഭിനന്ദിച്ചു. അതല്ലാതെ പ്രമോഷൻ അല്ല. ഇതിനെ പ്രമോഷൻ എന്ന് വിശദീകരിക്കുന്ന നിങ്ങളാണ്. എന്തായിരിക്കും പ്രൊമോഷൻ? എന്തായിരിക്കും പിന്നെ അദ്ദേഹത്തിന് യൂട്യൂബ് വീഡിയോ അല്ല, യൂട്യൂബ് പേജിലല്ലേ ഇതിട്ടിരുന്നത് അല്ലേ? അതെ അതെ, ആ വീഡിയോ ഇപ്പൊ ഇല്ലേ? അല്ല, ഇപ്പൊ ന്യൂസ് 18 ഈ വാർത്ത കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പ്രൊമോഷൻ ആണോ? അല്ല, പ്രൊമോഷൻ അല്ല. ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അതല്ല നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയല്ല. അതാണ്. അല്ല, ഞാൻ പറഞ്ഞ പീയൂഷ് ഒരു ഒറ്റ കാര്യം, അതായത് ഇവിടെ ഇദ്ദേഹം ഇപ്പൊ പ്ലേറ്റ് ടേൺ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നാളെ മുതൽ ഇനി വീട്ടിലെ പ്രസവങ്ങൾ വർദ്ധിച്ചാൽ അതിന് ഉത്തരവാദിത്തം ന്യൂസ് 18 ഇല്ല എന്ന് പരിപാടി തരികടയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഞാൻ ക്ലിയർ ആയിട്ട് അതൊന്ന് ഇവിടെ ഒന്ന് സ്റ്റീൽ മാൻ ചെയ്ത് പോവാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും നേരം നമ്മൾ കണ്ടതും ഈ ഉസ്താദുമാർ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? വീട്ടിൽ പ്രസവിക്കുന്നതിന്റെ മേന്മ, അതിനെക്കുറിച്ചുള്ള പോരിഷ, അതിന്റെ ഗുണഗണങ്ങൾ പറയുക, അതൊരു വീരകൃത്യമായിട്ട് അവതരിപ്പിക്കുക, എന്നിട്ട് കൂടുതൽ സ്ത്രീകളെ അതിലേക്ക് ആകർഷിക്കുക. അതാണ് ഇത്രയും നേരം നമ്മളിവിടെ കണ്ടതും പറഞ്ഞുകൊണ്ടിരുന്ന ഉസ്താദുമാരുടെ വീഡിയോകൾ കാണിച്ചതും. ഇദ്ദേഹത്തിന്റെ തന്നെ വീഡിയോയിലുള്ള ശബ്ദം കൂടി കേൾപ്പിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പൊ നമ്മൾ ഇതിലെ കുഴപ്പങ്ങളും ഇതിലെ പ്രശ്നങ്ങളും ഇതിലെ റിസ്ക് അനാലിസിസ് നടത്താതെ ഇതുപോലെ ആളുകളെ ഇതുപോലെ തള്ളിവിട്ടതും അവർ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ചുമ്മാ ഇതിങ്ങനെ കണ്ടപ്പോൾ വഴി കൂടെ ആരൊക്കെ പ്രസവിച്ച് ഇങ്ങനെ പെട്ടുകിടക്കണം കണ്ടപ്പോൾ അവരെ പിടിച്ച് അനുമോദിച്ചതാണ് എന്ന ലെവലിൽ പറഞ്ഞിട്ട് മെല്ലെ കൈ കഴുകുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതിനെ അനുവദിക്കരുത്. ഇതിൽ ഇദ്ദേഹം ക്ലിയർ ആയിട്ട് ഇതിൽ ഓൺ ചെയ്യേണ്ട ഒരു ഘടകമുണ്ട്. ആ ഘടകം എന്ന് പറയുന്നത് ഈ വീഡിയോ എന്തിനു പ്രസിദ്ധീകരിച്ചു, ഇതിലൂടെ എന്ത് മെസ്സേജ് ഇവിടെ കൊടുക്കുന്നു, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഇപ്പോൾ താങ്കൾ ഡിസോൺ ചെയ്യുന്നുണ്ടോ ഇല്ലേ, അതെങ്കിലും നിങ്ങൾ പറയൂ. അതിൽ നിങ്ങൾ പറയുന്നുണ്ട് അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ, അവിടെ മരുന്ന് മാഫിയ, അവിടെ ഹോസ്പിറ്റലിൽ കുട്ടികളെ കൊല്ലുന്നു, അനാവശ്യ സർജറി നടത്തുന്നു എന്നെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളിത് അവിടെ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സംഗതികൾ നിങ്ങൾ ഇപ്പോൾ തിരുത്തുകയാണോ, അതില്ലാന്നാണോ, അതിനെ റദ്ദാക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മതമാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന വിഷയം. എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ അവരുടെ വൈഫിനെയും കൊണ്ടിട്ട് എന്റെ അടുത്ത് വന്ന സമയത്ത് ഇവിടുത്തെ പ്രസക്ത മതമല്ലല്ലോ, നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ചെയ്ത സംഗതിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ പറയൂ. ആദ്യം നിങ്ങൾ വിഷയം മാറ്റല്ലേ? എന്താ നിങ്ങൾക്ക് എന്താ കേൾക്കേണ്ടത്? നിങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന നിങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ മാറിയോ ഇല്ലേ? ഇതാണ് അറിയേണ്ടത്. നിങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന നിങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ മാറിയോ ഇല്ലയോ? എന്ന് പറഞ്ഞാൽ അല്ലല്ല, മതമാണോ പിന്നിലെന്ന ചോദ്യത്തിന് പക്ഷേ അൽത്താഫ് പറയുമ്പോൾ അത് മതത്തിന്റെ കാര്യമല്ല താങ്കൾ പറയുന്നത്. താങ്കൾ പറയുന്നത് ഈ ഹോസ്പിറ്റലിന്റെ റിസ്ക്, അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ ധീരവനിതകളാക്കി താങ്കൾ ചിത്രീകരിക്കുകയും ചെയ്തത്. അതിന് പ്രൊമോഷൻ നൽകുകയല്ല എന്ന് താങ്കൾ പറയുന്നു. പക്ഷെ അത് പ്രൊമോഷനായി തന്നെയാണ് വരുന്നത്. അപ്പോൾ താങ്കൾ അത് ഡിസോൺ ചെയ്യുകയാണോ എന്നുള്ളതാണ്. അല്ല, എന്ത് ഡിസോൺ? ഗണേഷ് കുമാർ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹം KSRTCയിൽ അങ്ങനെ ചെയ്തതിനെ ഡിസോൺ ചെയ്യോ? അല്ലല്ല, അത് റിസ്ക് അനാലിസിസ് ചെയ്തിട്ടാണ് ഈ നദിയിൽ നീന്തുന്നതിന് മുമ്പൊക്കെ. നമുക്ക് അത് ക്ലിയർ ചെയ്ത് പോവാം. എന്തിനാണ് അൽത്താഫ് എന്തിനാണ് മനസ്സിലാക്കിയിരിക്കുന്നത് KSRTCയിൽ അനുമോദിച്ചത്? എന്തിനു വേണ്ടിയിട്ടാ ഒന്ന് പറഞ്ഞുതരൂ. നിങ്ങൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കിയത് കണ്ടപ്പോ? അല്ല, നിങ്ങൾ പറ, എനിക്കറിയൂല. നിങ്ങൾ പറയൂ, നിങ്ങൾ എന്താ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്? ഞാൻ അതുപോലൊരു അനുമോദനം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ പറയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാർ KSRTCയിൽ പ്രസവിച്ചതിന്റെ അനുമോദനം കൊടുക്കുന്ന വേളയിൽ ഒരിക്കൽ പോലും ആധുനിക വൈദ്യത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ KSRTCയിൽ വന്ന് പ്രസവിക്കൂ എന്ന് എവിടെയും ഗണേഷ് കുമാർ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ വേദിയിൽ അനുമോദിക്കുന്ന കൂട്ടത്തിൽ പറയുന്നു. വ്യക്തമായ മറുപടി എനിക്കുണ്ട്. വ്യക്തമായ മറുപടി ഉണ്ട്, തരട്ടെ? വ്യക്തമായ മറുപടി പറയട്ടെ? നേരത്തെ ഇതുവരെ കണ്ടില്ല. ഹോസ്പിറ്റലുകളിൽ പ്രസവിച്ച പല സ്ത്രീകളും വീടുകളിലേക്ക് പ്രസവിക്കാനുണ്ടാകുന്ന കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോ അവർ ആശുപത്രിയിൽ അനുഭവിച്ച പ്രയാസങ്ങൾ കാരണമാണെന്ന് വ്യക്തിപരമായി ധാരാളം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വേദിയിലും അത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്തത്. ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സ്ത്രീകളും ആശുപത്രിയിൽ പ്രസവിച്ച എല്ലാ സ്ത്രീകളും വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾ അവരുടെ ഒപ്പീനിയനെ എടുക്കണ്ടെന്നേ.
ഓക്കെ, ശരി, അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ ഇനി നിങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഈ വീട്ടിൽ പ്രസവിക്കുന്ന ആ ഒരു സംഗതിയിലേക്ക് ആളുകളെ ഇതുപോലെ പ്രചോദനം കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങുമോ? അത് ഇനി നിങ്ങൾ ചെയ്യാതിരിക്കുമോ? ഹോസ്പിറ്റലിൽ ഇതെല്ലാം ഒരിക്കൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കണം എന്ന് തന്നെ നിങ്ങൾ പറയും. പ്രസവത്തിനും ആശുപത്രി പ്രസവത്തിനും ഇപ്പൊ പ്രചോദനം കൊടുക്കുന്ന ആളെ അല്ല. നിങ്ങൾക്ക് അത് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ അത് ആദരിക്കും അദ്ദേഹം. ശരി, ബഷീർ കൂടിയുണ്ട്. ബഷീർ ഇങ്ങനെയുള്ള ആളുകളെ, ഈ ഉസ്താദുമാരെ, അവരെ ഡിസോൺ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഒരു ഉസ്താദല്ല, പല ആളുകളും ഇതേ രീതിയിൽ പ്രസംഗിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള ഒരു നിർദ്ദേശം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? AP സംസ്ഥയ്ക്ക് കഴിയുമോ? ചെയ്തുകൂടാ എന്നുള്ള നിർദ്ദേശം അത് നിരന്തരം വളരെ സ്വാഭാവിക പ്രക്രിയ എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പലതും പറയുന്ന കൂട്ടത്തിൽ ഇതടക്കമുള്ള വിവിധ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളത് കാണാതെ പോകുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും ഒരു കാര്യം അതിനു മുൻപ് സൂചിപ്പിക്കേണ്ട, നേരത്തെ ഈ ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട അതിന്റെ ആശ്രിതത്വവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതൊരിക്കലും ഒരു മേന്മയായിട്ടോ ഒരു മഹിമയായിട്ടോ അല്ല പറഞ്ഞത്. നിങ്ങൾ ആ രീതിയിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. സ്വാഭാവികമായും ഇവിടെ ഈ ചർച്ച ഉയർന്നു വരുന്ന സമയത്ത് പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ ആധുനിക ആരോഗ്യ സംവിധാനങ്ങളോട് വിമുഖത കാണിക്കുന്നു എന്ന ധ്വനിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിന്റെ ഒരു ഉത്തരം എന്ന നിലക്ക് കൂടി സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ആശുപത്രികളെ അല്ലെങ്കിൽ ചികിത്സാ സംവിധാനങ്ങളെ കൂടുതൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ രോഗാതുരമായ ഒരു സമൂഹമാണ് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അത് അങ്ങനെ ഒരു സമൂഹമാണ് എന്ന് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അത് സമ്മതിക്കാൻ വേണ്ടിയോ പറഞ്ഞതല്ല, മറിച്ച് അങ്ങനെ ഒരു വിമുഖത ആധുനിക സംവിധാനങ്ങളെ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങളോട് കാണിക്കുന്നില്ല എന്നതിന്റെ ഒരു സൂചകമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നിങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്നത് പ്രകാരമാണ് വസ്തുത എങ്കിൽ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഇവിടെ പ്രസവിക്കുന്ന സ്ത്രീകളിൽ 0.5% പോലും വീടുകളിൽ ഇല്ല എന്നത് തന്നെയല്ലേ ഇത്തരം പ്രചരണങ്ങൾ അല്ലെങ്കിൽ പ്രബോധന പ്രവർത്തനങ്ങൾ മുസ്ലിം സമൂഹത്തിനകത്ത് പണ്ഡിതന്മാർ നടത്തുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ അങ്ങനെ വ്യാപകമായി അത്തരത്തിലുള്ള പ്രബോധനമോ അല്ലെങ്കിൽ പ്രചോദനമോ നടത്തുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ എങ്ങനെയാണ് ഈ ആരോഗ്യ സംവിധാനങ്ങൾ ആശ്രയിക്കുക? അങ്ങനെ ചെയ്യുന്നേയില്ല. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകളിൽ ഒരാൾ പോലും അങ്ങനെ വീട്ടിൽ പ്രസവിച്ച ഒരാൾ പോലും ഇല്ല. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രബോധനങ്ങൾ വളരെ 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 റയറായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. അതിനെ അർഹിക്കുന്ന പരിഗണനയോടുകൂടെ മാത്രമാണ് ആളുകൾ സമീപിക്കുന്നത്. അപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ നിരന്തരം പറയുകയും ഇങ്ങനെയല്ല വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് നേരത്തെ ഇവിടെ അൽത്താഫൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ആരോഗ്യ സംവിധാനത്തിലുള്ള തകരാറുകളെ സംബന്ധിച്ച് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ ബോധവാന്മാരാണ്. അതിനെക്കുറിച്ചും നമ്മൾ പലയിടത്തും പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അപകടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം വളരെ നേരിയ അളവിൽ മാത്രമേ ഇത്തരത്തിലുള്ള വീട്ടിലെ പ്രസവങ്ങൾ നടക്കാറുള്ളൂ. അത് ഈ ഉസ്താദുമാരുടെയൊക്കെ പല പ്രബോധനങ്ങളും കൊണ്ടാണ് ഇതിൽ കുറവ് വരുന്നത് എന്നാണ് മുമ്പിൽ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു കേട്ടത്. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോ ഈ വിഷയം പറഞ്ഞപ്പോ AP സംസ്ഥക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ തള്ളുന്നു, ഇവരാരും ഇങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നു. അപ്പൊ എന്റെ ഒരു സംശയം, AP ഉസ്താദ് ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അത് ഡയാലിസിസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടൊരു സംഭാഷണം നടക്കുമ്പോൾ ഓനോട് ഇനി ഡയാലിസിസ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞേക്ക് അവിടെ മടവൂരിന്റെ എന്തോ ഒരു സാധനം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന AP ഉസ്താദിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. AP ഉസ്താദ് സമസ്തക്കാരനാണോ അതോ അദ്ദേഹത്തെയും തള്ളോ? എങ്ങനെയാണ്? അതും കൂടി ഒന്ന് പറഞ്ഞുതരൂ. ബഷീർ, ഞാനും കണ്ടിരുന്നു ആ വീഡിയോ. ഞാൻ നേരത്തെ നിങ്ങൾ പ്ലേ ചെയ്ത ആ ദൃശ്യത്തിലെ ഉസ്താദിനെ സംബന്ധിച്ച് ഇവിടെ ഞാൻ പറഞ്ഞത് തള്ളിയല്ലോ, ഔദ്യോഗിക ഭാരവാഹി അല്ലാന്ന് പറഞ്ഞു. AP ഉസ്താദും ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഡയാലിസിസ് സംബന്ധിച്ച് ആളല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. യാതൊരു ഔദ്യോഗിക ചുമതലയിലുമുള്ള ആളല്ല എന്നാണ്. ഒരു വലിയ സമൂഹം, വലിയൊരു സംഘടന എന്ന അർത്ഥത്തിൽ അതിന്റെ AP ഉസ്താദ് ഡയാലിസിസ് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു വീഡിയോയും ഇവിടെ കറങ്ങി നടപ്പുണ്ട്. അതിനെ കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വീഡിയോ ഇപ്പൊ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് ഉസ്താദ് തള്ളുമോ ഇല്ലേ? തള്ളണ്ടേ? നിങ്ങൾ പറഞ്ഞ അതേ മാനദണ്ഡം വെച്ചിട്ടാണെങ്കിൽ സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്.
അപ്പൊ അങ്ങനെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു ചികിത്സാ സംവിധാനത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഉണ്ട്, വീഡിയോ വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം. ഏതെങ്കിലും വീഡിയോയുടെ ഏതെങ്കിലും ഒരു കഷ്ണം അത് വെട്ടിമുറിച്ച് ക്ലിപ്പാക്കി ഇങ്ങനെ പ്രചരിപ്പിക്കും. അപ്പൊ ഒരു വീഡിയോ വന്നപ്പോ ഉസ്താദിനെ തള്ളി, AP ഉസ്താദ്, AP എന്ന സംഘടനയുടെ തന്നെ മുതലാളി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ വീഡിയോയെ തള്ളി. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തിനാ ഈ എടുത്താപങ്ങാത്ത പണിക്ക് നിൽക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന പണിക്ക് നിന്നാ പോരെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ വീഡിയോ തള്ളാണെങ്കിൽ രണ്ടിലും വീഡിയോ തള്ള, ഉസ്താദുമാരെ തള്ളാണെങ്കിൽ രണ്ടിലും ഉസ്താദിനെ തള്ളണം. അല്ലാതെ നിങ്ങൾക്ക് സൗകര്യമുള്ളത് തരാതരം പോലെ ഇവിടെ നമുക്ക് ഉസ്താദിനെ തള്ളാം, അവിടെ നമുക്ക് വീഡിയോ തള്ളാം. ആ പരിപാടി ഇവിടെ ചെലവാവില്ല പൊന്നുസ്താദ്. ഓക്കെ, ഏതായാലും നിങ്ങൾ നേരത്തെ തന്നെ തൊപ്പിയിട്ടുകൊണ്ട് സമാധാനം. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ശരി ബഷീർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എന്തായാലും വീട്ടിലെ പ്രസവം അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഉസ്താദുമാരുടെ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വീട്ടിലെ പ്രസവത്തിന് പിന്നിൽ ഇസ്ലാം മതപണ്ഡിതരുടെ ആഹ്വാനമോ? അതെ എന്ന് 74% പ്രേക്ഷകർ, അല്ല എന്ന് 23%. വേണ്ടിവരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.